ഹായ് ഫ്രണ്ട്സ്, മാധുര്യം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തമിഴ്നാട് സ്പെഷ്യൽ റെസിപ്പിയാണ്, ചിക്കൻ ചെട്ടിനാട്. ഇതൊരു ഡ്രൈ റെസിപ്പിയാണ്, വളരെ എളുപ്പത്തിലും ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വരും അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. കുറച്ച് മല്ലി, കുറച്ച് ജീരകം. ഇത് നമുക്കൊരു പൊടി റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് പെരുംജീരകം, കുരുമുളക്, 2 പറമുളക്. എല്ലാം തന്നെ നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണേ, കരിയാണ്ട് ഫ്രൈ ആക്കി നമുക്കെടുക്കാം. ഇതാ നോക്കൂ, എല്ലാം തന്നെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഇത് പൊടിയാക്കി എടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ റെഡിയാക്കാം. അതിനായി ഞാൻ അതൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അളവെല്ലാം ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നോക്കണേ. ഇത് എണ്ണ ചൂടായതിനു ശേഷം ഒരു ചെറിയ പീസ് പട്ട, ഗ്രാമ്പു, ഒരു 2-3 ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചത്, അതുമെല്ലാം തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കി കൊടുക്കാം. അതിനുശേഷം 2 മീഡിയം സൈസ് വലിയ ഉള്ളി എടുത്തിട്ടുള്ളത് ഞാൻ. അത് നല്ലപോലെ ചെറുതായി അരിഞ്ഞ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. നോക്കൂ, ഇതുപോലെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിന് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, അതിൻ്റെ നമുക്ക് ആ റോ സ്മെല്ല് പോകുന്നവരിക്കുന്ന വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു ടൊമാറ്റോ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് കുറച്ച് വലുപ്പമുള്ള ടൊമാറ്റോ ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളത്. 2 ഇട്ടാലും നമുക്ക് നല്ല ടേസ്റ്റിയാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഈ ടൊമാറ്റോ നല്ലപോലെ വഴറ്റി ഉള്ളിയുടെ കൂടെ നല്ലപോലെ സ്മാഷ് ആയി കിട്ടണം. നോക്കും, ഇതെല്ലാം നല്ല മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇടാം. സോൾട്ട് നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഇട്ട് കൊടുത്തിരിക്കുന്ന തക്കാളിയും പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇപ്പോൾ അതെല്ലാം നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്തി കൊടുക്കാം. ഇനി എല്ലാം തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് ചിക്കനാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ബോൺലെസ്സും അല്ലെങ്കിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനെ നല്ലപോലെ വഴറ്റി അതിൻ്റെ വെള്ളമെല്ലാം നോക്കൂ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വേവാനുള്ള ആവശ്യത്തിലുള്ള വെള്ളം കൂടി ഇത് ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് നമുക്കൊരു 3/4 വേവാക്കിയെടുക്കാം. ഇപ്പോൾ ചിക്കന് ആവശ്യമുള്ള സോൾട്ടും ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നോക്കൂ, നമ്മുടെ ചിക്കൻ ഇവിടെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഒരു 3/4 വേവ് ആകുമ്പോൾ തന്നെ നമുക്കത് നോക്കണം കേട്ടോ. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അതിൽ വെള്ളം എല്ലാം വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയുമാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ച് ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം നോക്കൂ, നമ്മൾ പൊടിച്ചത് ഫസ്റ്റ് നമ്മൾ ഫ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊടിയാണ്. അപ്പോൾ നമ്മൾ ചിക്കന് ഇതിൽ എത്ര ആവശ്യമുണ്ടോ അത്ര മാത്രം നമുക്കതിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പൊടിച്ച പൊടി മൊത്തം ഇട്ടിട്ടില്ല. ഇപ്പോൾ ഒരു 200 ഗ്രാം ചിക്കന് ഞാനൊരു 2.5 ടീസ്പൂൺ അത്ര മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ സിമ്മിൽ വെച്ച് നമുക്ക് ആ മസാല ചിക്കനിൽ പിടിക്കുന്ന വരയ്ക്ക്. അപ്പോൾ നമുക്ക് ചിക്കൻ ഫുള്ളും വെന്തും കിട്ടും, മസാലയും നമുക്കത് നല്ലപോലെ പിടിച്ച് അടിപൊളി ടേസ്റ്റാണ്. നോക്കൂ, നമ്മൾ ആ ഒഴിച്ചിരിക്കുന്ന എണ്ണയെല്ലാം തെളിഞ്ഞ് വന്ന് മസാലയെല്ലാം വെന്ത് ചിക്കനിൽ നല്ലപോലെ പിടിച്ച് എന്താ നമ്മുടെ ചെട്ടിനാട് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം.
എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.